വെൽക്കം അഗൈൻ ഫർദാണ്. അപ്പോൾ ഒന്ന് ഞമ്മ വന്നിട്ടുള്ളത് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് നേരെ മാനാഞ്ചിറ വന്നതാണ്. അപ്പോൾ ഏതായാലും ഒരു അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്ന് വെട്ടതാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് കണ്ടേച്ച് വരാം. സോ ഒരു രക്ഷയല്ല, ഫുള്ള് ലൈറ്റ് ഷോ ആയിരുന്നു, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റുള്ള ബ്ലൂ ഡയമണ്ട് മാളിൽ അടിപൊളി DJ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് വേണ്ടി വന്നപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മളൊന്ന് ഇവിടെ ഒന്ന് കറങ്ങിയേച്ച് വരാമെന്ന് വെച്ച പ്ലാനിൽ അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. എന്താ കാണാൻ ഭംഗി വരെ, കണ്ണിന് കുളിർമ കേൾക്കുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന അജാതി ലൈറ്റ് ഷോ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ടാവുന്നു. ഏതായാലും നിങ്ങളും കൂടാണ്ട് കണ്ടേക്കട്ടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെ ഉണ്ട് എന്നുണ്ട്, സൂപ്പറാണോ അല്ലേ എന്നുള്ളത് കമൻറ്റിൽ വായോ, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആരെങ്കിലും സബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബും ചെയ്തേക്ക്, ലൈക്കൊക്കെ അടിച്ചേക്ക് കിട്ടാം, ഒന്നും നോക്കണ്ട, ഉഷാറായിക്കോട്ടെ. അപ്പം എന്നാൽ പിന്നെ നിങ്ങൾ കാഴ്ച അങ്ങനെ ഇരുന്നങ്ങ് കണ്ടേക്ക്, എല്ലാ രക്ഷയില്ലാത്ത കാഴ്ചയാണത്. ഇവിടെ വന്നിട്ട് കാഴ്ചയിൽ എനിക്ക് അട്രാക്ഷനായിട്ട് തോന്നിയത് ഈ ബ്ലൂ ലൈറ്റ് കൊണ്ട് ചെയ്ത ഈ 3D ഡിസൈൻ ആട്ടാ. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ അതിൻ്റെ ആ ലുക്ക് എന്ന് പറയാം, ഏത് ഭാഗത്ത് നോക്കിയാൽ ഒരേ ഫീൽ, നല്ല രസമാണ് കാണാൻ. നേരിട്ട് കാണുന്ന ആ സുഖം കിട്ടില്ല ചിലപ്പോൾ വീഡിയോയിലൊന്നും. നമ്മുടെ ടീംസായിട്ട് പോകുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷനിൽ പോയി നോക്കുമ്പോൾ ഓരോ വ്യത്യസ്തമായിട്ട് എന്താ രസങ്ങൾ കാണാനല്ലേ. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടടിച്ച് പൊളിച്ച് എത്ര തന്നെ. എന്തായാലും ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അങ്ങ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തന്നെ പറയാം. പാർട്ടി ഉണ്ടായിരുന്നു. അതുപോലെ ഈ മാനേജർ ഈ പ്രോഗ്രാംസ് കാണാൻ വന്നത്, അങ്ങനെ ഒരുപാട്. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടാത്തതായിട്ട് കുറേ ഉണ്ട്. എല്ലാത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. കണ്ടൊക്കെ അത് മനസ്സിലാകും എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതിനിടയ്ക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കരിമരുന്ന് പ്രയോഗം, അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ലുലു മാളിൽ ഒരു 10-15 മിനിറ്റ് നിൽക്കാതെ അങ്ങ് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, കാണാം, വയ്യ വരുന്നുണ്ട്. ഈ ലൈറ്റ് കൊണ്ട് ഈ വിസ്മയം തീർത്ത സംഭവം ഉണ്ടാക്കി വെച്ചവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റും. ഒരു രക്ഷയില്ലാത്ത അവരാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ എന്താ ഒരു ഭംഗി എന്നറിയാം. അത് പിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ തോന്നിപ്പോകും. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ കണ്ടാൽ എൻജോയ് ആയിരിക്കും. ഇവിടെ ഒരു രക്ഷ ഉണ്ടാവില്ല, പിള്ളേരൊക്കെ അടിച്ച് തിമർക്കും ഇവിടെ. അപ്പോൾ സംഭവം ഇതൊക്കെ തന്നെ കാണുമ്പോൾ വേണ്ടില്ലേ എനിക്ക് എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളതെല്ലാം. പിന്നെ എടുത്ത് പറയേണ്ടത് ഫാമിലീസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. കാരണം കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഗതികൾ തന്നെയാണ് കൂടുതലും. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കും. ഒന്നാമത് ക്രൗഡ് ഒരു രക്ഷയില്ല കേട്ടാ, നല്ലോണം ആളുണ്ട്, നല്ല തിരക്കാണ്. ഇനി ന്യൂ ഇയർ ആയതുകൊണ്ടുള്ളതാണോ എന്നറിയില്ല, പൊതുവെ അങ്ങനെ ആണോ എന്നും അറിയില്ല. സംഭവം ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു, നല്ല രസമായിട്ട് കാണാനും കഴിഞ്ഞ്. അമ്മ അതൊക്കെ കണ്ടടിച്ച് പൊളിച്ച് അമ്മ തീർത്തിട്ട് പോന്നു.
അപ്പം മാനേജറെ ഉള്ള പരിപാടികളെല്ലാം ലൈറ്റിൻ്റെ ഈ ഷോകളൊക്കെ കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് മനസ്സൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് നേരെ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ കാഴ്ചകൾ കിടക്കുന്നത്. അടുത്തത് ലുലു മാളിലായിരുന്നു. അടിപൊളി എന്താ പറയുക, കരിമരുന്ന് പ്രയോഗം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചൈന ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അപ്പം നിങ്ങളൊന്ന് കണ്ടൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഈ കാണുമ്പോൾ മനസ്സിലാവും പൊട്ടിൻ്റെ പവർ എന്തായിരിക്കും എന്നുള്ളത്. അടിയും